ഇപ്പോൾ നേരം 8 മണി. ജീനയും ജാൻവിയും മുംബൈയിലെ ഒരു ടോപ്പ് നൈറ്റ് ക്ലബിലെത്തി. ജാൻവി ആരെന്നില്ലാതെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അത് മദ്യത്തിന്റെ ലഹരിയോ അതോ അവളുടെ വിഷമങ്ങൾ കൂടി ഉണ്ടായ വീർപ്പുമുട്ടലിന്റെ പുറന്തള്ളുന്നതോ അത് അവൾക്ക് മാത്രമേ അറിയൂ. എടി, 1 മണിക്കൂറായി നീ നിർത്താതെ തുള്ളുന്നു. നീ വന്നേ. പൊടി, എനിക്ക് കളിക്കണം. കുറേയായി ഞാൻ കൂട്ടി വെച്ചിട്ട്. ഇനിയെങ്കിലും ഞാൻ മര്യാദയ്ക്ക് ജീവിക്കട്ടെ. പൊന്നു പെണ്ണെ, ഞാൻ ബാറിന്റെ സൈഡിലുണ്ടാവും കേട്ടോ. അല്ല, ഞാൻ വരാം. ബാറിൽ പോയി 2 ഷോട്ട് വിസ്കിയും അടിച്ച് ഡാൻസ് ഫ്ലോറിലേക്ക് വീണ്ടും ജാൻവി എന്തെന്നില്ലാതെ നടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അന്നേരം ഏതോ സ്ട്രേഞ്ചർ ജാൻവിയുടെ അടുത്ത് നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ജാൻവി അത് ശ്രദ്ധിച്ചു. അയാൾ അവളോട് മെല്ലെ മെല്ലെ വല്ലാതെ അടുക്കുവാൻ നോക്കി. एक्सक्यूज मी, अरे क्या हुआ? मेरे पीछे पीछे क्यों आ रहा है? सामने से हट. थोड़ी अंधी है क्या? ये डांस फ्लोर है, तुम्हारी कमरा थोड़ी ना है कि तुझसे 1 किलोमीटर पार जाकर नाचो. अगर तुम्हें पसंद नहीं है तो तू हट जा. ജാൻവി അവിടെ നിന്ന് അത്യാവശ്യം മാറി നടന്നു. വീണ്ടും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും अबे तू इधर भी आया? थोड़ी नौटंकी है. अगर मुंह बंद किया तो बहुत अच्छी वाले है तू. बहन जो. ഇത് കേട്ട് അവളുടെ മേലെ അയാൾ കൈ ഉയർത്താൻ നോക്കുമ്പോഴേക്കും ആരോ അയാളുടെ കൈ തടഞ്ഞു. क्या हुआ भाई साहब? एक लड़की के ऊपर क्यों हाथ उठा रहा है? तुमकी बस की बात नहीं है, हट. വരുൺ പിന്നീട് അവന്റെ കൈ വളച്ചുകൊണ്ട് പറഞ്ഞു. उसने पहली बार ही बोला था कि उसके पास मत जा. फिर वो ही तुमसे हट गया, फिर भी उसके पीछे गया. क्या बे, तू कुत्ता है क्या? इसके पीछे सुन कर जा रहे हैं. मादर चो, कौन है बे तू? उसको सुनने के लिए मेरे हाथ को क्यों तोड़ा? बंदा हूँ मैं उसका. क्या मेरे बंदे के ऊपर हाथ लगा के तूने क्या सोचा? तुम्हारी रंडी नाच में चुपचाप खड़े होकर देखो. हाँ साले चूतिए, लाने के लिए तुम्हें लौंड भी नहीं बचोगे. अगर जान चाहिए तो भाग जाओ. तुम्हें मैं देखूंगी साले. Are you okay? അപ്പോഴാണ് ജാൻവി അവന്റെ മുഖം ശ്രദ്ധിക്കുന്നത്. മദ്യം തലയ്ക്ക് പിടിച്ച ജാൻവി വരുണിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവനെ തള്ളി മാറ്റി. നീ എന്നെ പറ്റിച്ചതല്ലേ, എന്നെ വഞ്ചിച്ചതല്ലേ? ഇതൊക്കെ കേട്ട് വരുൺ ആകെ കൺഫ്യൂഷൻ അടിച്ചു. അപ്പോഴാണ് ജീവ എത്തുന്നത്. ജാൻവി, എന്താ? തരുൺ? ഞാൻ തരുണല്ല, വരുണാണ്, അവന്റെ ട്വിൻ ബ്രദർ. ട്വിൻ ബ്രദറോ? അവര് ട്വിന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അതിന് നിങ്ങളാരാ? നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. As you can see, she's wasted. Right. വരുൺ പതിയെ അവളെ എടുത്ത് ഡാൻസ് ഫ്ലോറിൽ നിന്നും മാറി. ഇനി പറ, who are you guys? Don't you know her? No. She's your sister-in-law. ഇപ്പൊ അല്ല, എന്നാലും. What? ഇവളോ? ഇവള് തരുണിന്റെ ഭാര്യയാണോ? ആ ബെസ്റ്റ്. നീ അവളുടെ കല്യാണത്തിനൊന്നും വന്നില്ലേ? ഇല്ല, ഞാൻ US-ലായിരുന്നു. 3 years കഴിഞ്ഞ ഞാനിപ്പം നാട്ടിൽ വരുന്നത്. ഇവൾക്ക് നീയുള്ള കാര്യം അറിയില്ല? ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം തരുණ ഞാൻ അത്ര നല്ല ഡാൻസർ അല്ല. ബട്ട് വെയിറ്റ്, ഇവൾ എന്റെ സിസ്റ്ററിൻലോ ആണ്, ബട്ട് ഇപ്പൊ അല്ല. What do you mean by that? നിന്റെ പൊന്നാര ട്വിൻ ബ്രോ ഇല്ലേ, ഇവളെ ചീറ്റ് ചെയ്തു. അത് ഇവൾ ഇന്ന് കണ്ടുപിടിച്ചു. It was the first anniversary together. Still that bastard. Sorry. പക്ഷെ അവൻ കാണിച്ച തന്തയിലായ്മയല്ലേ അല്ലേ? അതൊക്കെ തന്നെ. അല്ലേലും അവൻ അതൊന്നും കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. തുടങ്ങി എന്റെ മാതാവേ. ചതിച്ചടി പാട്ടിപ്പുഞ്ഞാറ ജീവിതം കൊടുത്തിട്ട് മോട്ടോ പൊന്നു ചാരോ ഭരണപ്പാട്ടൊന്ന് നിർത്തി. ആൾക്കാര് നോക്കുന്നു. നോക്കട്ടെ, എല്ലാരും അറിയട്ടെ. ശിവൻ എന്റർപ്രൈസസിന്റെ സിഇഒയുടെ കോണം അല്ല, ഇത് അവനല്ലേ? ഒരു മൈത്തണി പുഞ്ഞാര മോനെ. അവളവന്റെ കണ്ണിനിട്ട് ഒരു കുത്തു കൊടുക്കാൻ പോലെ. പക്ഷേ പൂർത്തി. ജാനു, തരുണല്ല, വരുണായത്. വരുണോ?
നീ പിന്നെ അവനെ പോലെ ഇരിക്കണേ? സത്യം പറ, എന്നെ പേടിച്ചോണ്ട് പോകുന്നതല്ലേ? ആണെങ്കിൽ അയ്യോ, എന്നെ പേടിച്ചോണ്ട് പോകല്ലേ. എനിക്കറിയാം ജയിക്കൂടെ. മോനെ വരണേ, നീ എന്നെ ഇവിടെ കൊണ്ടാക്കണേ. എന്റെ കെട്ടി എന്നെ വിളിക്കുന്നുണ്ട്. ബൈ. പക്ഷെ വീട് പാക്കാതെ എന്നെ പാക്കാതെ, അങ്ങനല്ലടാ. എന്നോട് നടന്ന എന്നിഴലേ തനിയെ നടക്കരുത്. കോമഡി ആയിട്ടുണ്ട്. തനിക്ക് കോമഡി ആയിരിക്കും, പക്ഷെ ഇതെന്റെ ജീവിതമാ. മൈൻഡ് ഇറ്റ്. ജാനു അല്ലേ? ജാനു ജാനു അല്ല മൈലേ, ജാൻവി. ജാൻവി തർ. മൈൻഡിന്റെ പേര് പോണല്ലോ. ജാൻവി കശ്യപ്. അയ്യോ ആണോ? എന്നാൽ ജാൻവി കശ്യപിന്റെ വീട് എവിടാ? വീടോ? എന്റെ വീട് അങ്ങോട്ട്. അടിപൊളി. ഹോപ്പിനെ കോൾ ചെയ്യേണ്ടി വരും. വരുൺ അവന്റെ സുഹൃത്തിനെ വിളിച്ചു. എന്നാ മോനെ, എന്താ ആവശ്യം മോനെ വേണ്ടേ? എന്നാ വാർത്തകളാടാ? അല്ലാതെ നീ നമ്മളെയൊന്നും വിളിക്കൂലല്ലോ. എടാ ഓക്കെ, നമ്മളെ തമ്മിൽ അങ്ങനെയാണോടാ? പറ. എടാ ഞാൻ എന്റെ മറ്റേ പുള്ളി ഏട്ടത്തിന്ന് വിളിക്കാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ഡ്രങ്കായി. അവളുടെ അഡ്രസ് അറിയാൻ മേലെ എനിക്ക്. ആകെ അതറിയുന്ന ഫ്രണ്ടിന്റെ നമ്പറും എന്റെ കയ്യിലില്ല. സോ നീ നിന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു റൂം അറേഞ്ച് ചെയ്യും. സത്യം പറഞ്ഞു. ഹോപ്പേ ഹോപ്പേ എന്ന് വിളിച്ചാ നാവ് കൊണ്ട് വേറൊന്നും വിളിപ്പിക്കില്ല. എമർജൻസി ആണോ മാറി? ശരി ശരി, നീ വാ. താങ്ക് യുടാ ചക്കര. അതൊന്നും വേണ്ട, വേറെ വല്ലതും വേണം. 8 കൊല്ലം മുന്നേ തന്ന ഉമ്മ മതിയോടാ. പോളാ ഇത് ഒരു ഇനിയും വേണ്ട. ഇനി ഇതിനെ കൊണ്ടുപോകണല്ലോ. ടാക്സി. കല്യാൺ ഗാന്ധി അപ്പാർട്ട്മെന്റ്സ്. मुझे छोड़ कर जो तुम जाओगे, बड़ा पछताओगे, बड़ा पछताओगे. നീ പച്ചത്താകട പൂണ്ട. പിന്നെ ജാൻവി ഡോണ്ടു. ഇത് നിന്റെ തറവാടല്ല. ഇത്രയും തറവാടിത്തുള്ള കാര്യങ്ങൾ പറയാൻ. സോറി, മൈ മിസ്റ്റേക്ക്. ക്യൂട്ട്. താനെന്തേലും പറഞ്ഞായിരുന്നോ? എന്തു പറയാ? അല്ലെങ്കിൽ തനിക്ക് കൊള്ളാം. ടാക്സി ഹോപ്പിന്റെ ഫ്ലാറ്റിന്റെ മുന്നിലെത്തി. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. എടാ, മുംബൈ ട്രാഫിക്കിന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ഇതാണോ അവള്? കണ്ടു നല്ല എടാ, ഇത് നിന്റെ നാത്തൂനല്ലേ? നാത്തൂനാ? എടാ അളിയെത്തി. മരപ്പൊട്ടാ, തരുണിന്റെ ഭാര്യ. നിനക്കും ഇവളെ അറിയാല്ലേ? അപ്പൊ എനിക്ക് മാത്രമേ അറിയാണ്ടുള്ളൂ. നിനക്കറിയില്ലേ? നിന്റെ അകന്ന ഫാമിലി റിലേഷൻ ഒന്നും അല്ലല്ലോ. എടാ, ഇവരുടെ കല്യാണത്തിനൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാര് പിക്സ് ഒക്കെ അയച്ചപ്പോഴൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ടാ. അല്ല, നീയും തരുണും നല്ല ടേംസിലല്ല. ഇവളിപ്പോ നിന്റെ കയ്യിൽ. അപ്പൊ തരുൺ അവിടെയാണ് ട്വിസ്റ്റ്. നീ 2 ആഴ്ച മുന്നേ നമ്മള് ഗോസി പഠിച്ചപ്പോ ഇവന് കാര്യം പറഞ്ഞില്ലേ? അന്നേരം നീ എന്നാ പറഞ്ഞു? അത് ഇവനിനി അവിടെ ചീറ്റ് ചെയ്താലും അത്ഭുതമില്ല. എക്സാക്ട്ലി. തരുണപ്പ ഇവളെ അത് സംഭവിച്ചു. ആരുടെ കൂടെ? അതെനിക്കെങ്ങനെ അറിയാം? അവന്റെ കിടപ്പറയിലാണ് എനിക്ക് വേണി. ശരിയാ. നിന്നെ ഞാൻ കൊല്ലോടപ്പോനെ പോലെ. അത് അറിഞ്ഞതിന്റെ വിഷമത്തിൽ ഫിറ്റായതാ. ഇങ്ങനെ ഭരണിപ്പാട്ട് പുറത്ത് കേൾക്കുന്നുണ്ട്. ഇവിടെ മലയാളികളൊക്കെ ഉള്ളതല്ലേ? നിന്റെ അപ്പാർട്ട്മെന്റിൽ പോവാം. വരുൺ അവളെയും തൂക്കി നടന്നു. ഹോപ്പ് എന്നിട്ട് വരുണിന് റൂം കാണിച്ചു. ഇന്ന് ഇവിടെ കിടത്തിക്കോ. താങ്ക്സ് ഡാ. അല്ല മോനെ, എവിടെ കിടക്കാനോ ഉദ്ദേശം? ഈ റൂമില്. ഇവളുടെ കൂടെയോ? എന്റെ പൊന്നു മോനെ, കൂടെ കിടക്കൂല. ആ സോഫയില്ലേ, അവിടെ കിടക്കൂ. പേടിച്ചു. വരുൺ പതിയെ ജാൻവിയെ കിടത്തി. അപ്പോഴേക്കും ജാൻവി ഫോഴ്സ് ചെയ്ത് വരുണെ കിസ് ചെയ്തു.
അവളിൽ എന്തുണ്ടായിട്ടാ നീ എന്നെ വേണ്ടെന്ന് വെക്കുന്നത്? പറ, tell me. വരുൺ പെട്ടെന്നുള്ള റിയാക്ഷൻ കണ്ട് അന്താളിച്ചു പോയി. അവന്റെ വായിൽ നിന്നും മറുപടി ഒന്നും വന്നില്ല. ഈ ശരീരം തരാത്തതല്ലായിരുന്നില്ല എന്റെ പ്രശ്നം. ഞാനിതന്നെ ഊര. ജാൻവി അവളുടെ ഡ്രസ്സ് ഊരുമ്പോഴേക്കും വരുൺ അവളെ തടഞ്ഞു നിർത്തി. ആരാ നിന്നെ വേണ്ടെന്ന് വെച്ച? ആരും വെച്ചില്ല. നീ എന്നെ ചീറ്റ് ചെയ്തില്ല. ഞാൻ നിന്നെ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. കാരണം നീ എനിക്ക് അത്രയും വിലമതിക്കപ്പെട്ടതാ. നിന്നെപ്പോലുള്ള രത്നങ്ങളെ കളഞ്ഞ് ജെല്ലിക്കലിന്റെ പിന്നാലെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ജാൻവി ഇല്ല എന്ന് തലയാട്ടി. ഈ കണ്ണെന്തിനാ നിറഞ്ഞിരിക്കുന്നേ? നിന്റെ ഈ കണ്ണ് നിറയുന്നത് എനിക്കിഷ്ടമല്ലെന്നറിയില്ല. ഈ കണ്ണ് നിറയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അല്ലാതെ എനിക്ക് നിന്റെ ഈ ശരീരത്തെ അല്ല വേണ്ടത്, എനിക്ക് നിന്നെയാ വേണ്ടത്. മനസ്സിലായോ? നിനക്കെന്നെ മനസ്സിലായില്ലേ? തരുൺ, തരുൺ സക്സേന. വേദനയുള്ള പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. ചെറിയൊരു സ്പെല്ലിംഗ് ഡിഫറൻസ് ഉണ്ട്. വരുൺ സക്സേന. ജാൻവി കശ്യപിന് ഞാനൊരു വാക്ക് തരുവാ. നിനക്ക് ഓർമ്മയുണ്ടാവില്ല, എന്നാലും നീ എന്നെ റിജക്റ്റ് ചെയ്യുന്നു അന്ന് വരെ നിന്നെ ഞാൻ എന്റെ പെണ്ണിനെ പോലെ സംരക്ഷിക്കും. എന്തിനാണെന്നറിയില്ല, എന്നാലും എന്താ നീയല്ല. I won't have any regrets. എന്തുവാ നീ പറയണേ? ഒന്നുമില്ല, എന്റെ മോള് കിടന്നു. നല്ല ഉറക്കക്ഷീണമുണ്ട്. ജാൻവി മെല്ലെ വരുണിന്റെ കോളർ പിടിച്ച് അവന്റെ മുഖത്തോട് മുഖം നോക്കി. ഇത് തരുണല്ല. തരുൺ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആവത്തുമില്ല. അതും പറഞ്ഞുകൊണ്ട് ജാൻവി മെല്ലെ ഉറക്കത്തിലായിരുന്നു. പിറ്റേന്ന് അവൾ പതിയെ എണീറ്റു. ഗുഡ് മോർണിംഗ് ജാൻവി. ഗുഡ് മോർണിംഗ്. വാട്ട്? ഞാനിതിപ്പോ എവിടെയാ? ഡോണ്ട് വറി, ഞാൻ വേറൊരുത്തന്റെ വീട്ടിലെത്തിയിട്ട് ഡോൺ വരെയുന്നോ? കുറച്ച് ബോധമില്ലാതായത് ഞാനല്ലല്ലോ ജാൻവി. വാട്ട് യു മീൻ? ഓക്കെ, റിലാക്സ്. ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഓൾസോ എന്റെ ഫ്രണ്ടാണ് ഇവിടെ നിന്നെ കൊണ്ടുവന്നത്. നിന്നെ somebody പബ്ബിൽ നിന്ന് അറ്റാക്ക് ചെയ്തു. ഓൾസോ യു വാർ സോ ഡ്രങ്ക് ആൻഡ് വേസ്റ്റഡ്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടും ഏതോ ആവശ്യത്തിന് പോയി. സോ അത് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. ഇത്രക്കൊക്കെ സംഭവിച്ചോ? പിന്നെ നീ ആരാണെന്നും എനിക്കറിയാം. You are the wife of Mr. Tarun, right? അത് എനിക്ക് he's not anymore. അറിഞ്ഞു. And I'm sorry for you. Don't be. ഞാൻ രക്ഷപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും താങ്ക് യു ഫോർ പ്രൊവൈഡിങ് സച്ച് ഷെൽട്ടർ ഇൻ ദിസ് എമർജൻസി സിറ്റുവേഷൻ. ഇറ്റ്സ് ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാണ് പറയാം. ഞാൻ ഹോപ്പ് ഇവിടെ കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു. എറണാകുളം. ഹോപ്പ്? വീട്ടുകാരെ എന്നെ കുറെ ആഗ്രഹിച്ച് കിട്ടിയതാ. എന്റെ പേരാദ്യം പ്രത്യാശൻ കുമാർ എന്നായിരുന്നു. എന്തായാലും സ്കൂളിൽ നിന്നും നാട്ടുകാരുടെയും കളിയാക്കൾ സഹിക്കാതെ ഞാൻ എന്റെ പേരും മാറ്റി നാട് വിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. കൊള്ളാം കൊള്ളാം. ഞാൻ ജാൻവി കശ്യപ്. തരുണിന്റെ കമ്പനിയുടെ കീഴിലായിരുന്നു വർക്ക് ചെയ്തത്. ബട്ട് ടുമാറോ ഐ ആം ഗോണ റിസൈൻ ആൻഡ് ഞാൻ നാട്ടിൽ കൊടുങ്ങല്ലൂർന്ന് വരുന്നു. അയ്യോ, പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നേരത്തെ മനസ്സിലായത്. എന്താ? ഒന്നുമില്ല. നിങ്ങളുടെ ആ ഫ്രണ്ട് ഇല്ലേ, പുള്ളി ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതല്ലേ? അത് താൻ പതിയെ അറിഞ്ഞോളൂ. അവൻ പറയണ്ടെന്ന് പറഞ്ഞു. സോ can't disclose it. Oh, it's okay. If he wants to contact me, ഈ നമ്പറിൽ കോൾ ചെയ്യാൻ പറഞ്ഞാൽ മതി. ശരി, പറഞ്ഞേക്കാം. താങ്ക് യു ഹോപ്പ്. ആൻഡ് ഞാൻ ഇറങ്ങട്ടെ. ആൻഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ടടാ, ഇറ്റ്സ് ഓക്കെ. ഇത് കല്യാണം തന്നെയല്ലേ? അപ്പൊ ശരി, ഇവിടെ അടുത്ത് തന്നെ എന്റെ ഫ്ലാറ്റ്. ഓക്കെ, ബൈ. അവൾ ജീനയെ വിളിച്ചു. ഹലോ. ഈ പുല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിക്കല്. ഒരൊറ്റ പൂക്കാണോ എന്നെ ഇവിടെ ആക്കിയിട്ട്?
എന്റെ കെട്ടിയല്ല നേരത്തെ തന്നെ അർജന്റായിട്ട് വന്ന് എവിടെയോ പോകാൻ ഇരിക്കുന്നുണ്ടായിരുന്നതാ. പുള്ളൊരു ട്രിപ്പിന് പോയ പിന്നെ 2 മാസം കഴിഞ്ഞ് നോക്കിയാൽ മതി എന്നറിയാലോ. മതി ഉള്ളൊരു കേട്ടു. വേണമെന്നല്ലേടി, നിനക്ക് എന്താ വേണ്ടേ? ഞാനത് ചെയ്തു തരാം. എന്തും ചെയ്തരോ? തൽക്കാലം എനിക്ക് നിന്റെ വീട്ടിലൊരു റൂം വേണം. ജസ്റ്റ് 1 month. അത് കഴിഞ്ഞ് ഒരു ഫ്ലാറ്റ് കണ്ടുപിടിച്ച് ഞാൻ പൊക്കോളാം. അത്രേ ഉള്ളൂ, നീ ഇപ്പൊ തന്നെ പോരെ. ശരി ശരി, നിന്റെ ലൊക്കേഷൻ അയക്കാം. അപ്പോഴേക്കും ജാൻവിക്ക് വേറെ ഒരു കോൾ വന്നു. ഇവനെന്തിനാ ഇപ്പൊ? ഹലോ, എന്റെ അച്ഛനെ അമ്മയും വലയിലാക്കി അങ്ങ് സുഖിക്കാൻ കരുതിയോ? വാട്ട്? നീ എന്താ പറയണത് തരും? ഇന്നലെ അവരുടെ വീട്ടിൽ പോയി കള്ളക്കണ്ണീരൊഴുക്കി അവരുടെ മനസ്സ് വെടിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇനി നാണമുണ്ട് നീ അവരുടെ അടുത്ത് പോകൂ. തൽക്കാലം എനിക്ക് നാണമില്ല. നിന്നെപ്പോലെ നാണം ഉണ്ടായിട്ടും അവരെ പോലുള്ളവർക്ക് നാണക്കേടായി ഞാൻ നടക്കുന്നില്ലല്ലോ. എനിക്ക് അതിലൊരു കുഴപ്പമില്ല. നിന്നെ ഞാൻ ചിലക്കാതെ കഴിവരുടെ മോനെ ഇടിപൊടിയൊക്കെ മുന്നേ. ഇന്നലെ നിന്റെ കാലിന്റെ അവിടെ തുള്ളിയും മറ്റവളുണ്ടായിരുന്നല്ലോ, ഞാൻ അവളെ പോയി വിളിച്ചാൽ മതി. എന്താ മോളെ, ഒന്ന് ഡൈവോഴ്സ് ആവുന്ന കണ്ടപ്പോ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാലോ? എന്റെ അച്ഛനും അമ്മയും ഉണ്ടാവുന്ന വിചാരത്തിലാണോ നീ ചാടുന്നേ? അവസാനം ആരും ഇല്ലാതെ കാലിൽ വീണ് നീ മാപ്പ് പറയും. മോനെ തരണേ, ഞാൻ വേണമെങ്കിൽ സെപ്റ്റിക് ടാങ്ക് കഴുകിയെങ്കിലും ജീവിക്കും. കാരണം നിന്നെ കാൽ കീഴിൽ വരുന്നതിനേക്കാൾ അന്തസ് ആ ജോലിക്കുണ്ട്. ജാൻവി, നീ വെല്ലുവിളിക്കുന്നത് അപ്കമിങ് ഇന്ത്യൻ കോർപ്പറേറ്റ് റൂൾ ചെയ്യാൻ പോകുന്നവനോട്. നിന്നെ ഭസ്മാക്കി കളയും. ശിവനെ കൊണ്ടേ ഭസ്മാക്കാൻ കഴിയുള്ളൂ തരുൺകുട്ട. ശിവനെ പോലെ നടക്കുന്ന അസുരന് അത് കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ. ഡാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നാ എനിക്കുണ്ട്. നിന്നെയും വെല്ലുവിളിച്ചിരുന്നാലേ എന്റെ സമയം പോകും. പോട്ടെ. ഇപ്പൊ കറക്റ്റ്. അവിടെ പോയോ? നീ എന്തിനാ നിന്നെ കുറിച്ച് അവളോട് പറയാണ്ടിരുന്നേ? അത് ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സത്യം പറ, നിനക്ക് അവളോട് ചെറിയൊരു ചായവില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോടാ. എന്ന് വെച്ചിപ്പടെ അവളുടെ പിന്നാലെ പോവെന്നല്ല, മറ്റേ സമയമെടുത്ത് അവൾക്ക് എന്നെ ഇഷ്ടാവുന്നത് വരെ. അവൾക്ക് നിന്നെ ഇഷ്ടാവുന്നാണോ നീ പറയണേ? നിന്റെ മുഖമുള്ളവനല്ലേ അവളെ ചതിച്ച്? എടാ, അവള് വെറുതെ അതേ മുഖത്തെ കൊണ്ട് ഞാൻ അവളെ പ്രേമിപ്പിക്കും. എന്നിട്ട് അവളെ കെട്ടി എന്റെ പെണ്ണായിട്ട് ഞാൻ അവളും വാഴും. ആ നാറി അത് നോക്കി പല്ല് അടിച്ചിരിക്കും. ഈ ഇഷ്ടം അത് ഇന്നും ഇന്നലെയും തൊട്ട് തുടങ്ങിയതല്ലേ? സോ വാട്ട്സ് ദ ക്യാച്ച്? എല്ലാം ഇപ്പോഴേ പറഞ്ഞാൽ കഥയുടെ ത്രില്ലങ്ങ് പോകൂലേ, പിന്നെ വ്യൂവേഴ്സിനെ ഇൻട്രസ്റ്റ് അങ്ങ് പോകും. അതുകൊണ്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഹലോ ഗൈസ്, അപ്പം കുറേ കാലത്തിന് ശേഷം, കുറേ കാലം ഒന്നായിട്ടില്ല അല്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ടുള്ളത്. അയ്യോ, അങ്ങനെ 12 സെക്കൻഡ് എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. 12 ആക്ച്വലി കൈൻഡ് ഓഫ് ത്രില്ലറാണ്. ത്രില്ലറുണ്ട്, ക്രൈമുണ്ട്. സോ പിന്നെ ഈ ഇടയ്ക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് ലൈറ്റ് ഹാർട്ടഡ്. എനിക്കറിയാം കോമഡിയൊക്കെ നല്ല ക്രിഞ്ചായിരുന്നു എന്ന്. എനിക്കറിയാം കോമഡി ഈസ് സോ ക്രിഞ്ച്. കോമഡി ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഐ നോ. എന്നാലും എന്തെങ്കിലും ആഡ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. ഓക്കെ, എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് ക്ഷമിക്കുക. ക്രിഞ്ചടിച്ചിട്ടുണ്ടായി. ക്രിഞ്ചടിക്കുന്നൊരു ഫണ്ണല്ലേ. അത് കഴിഞ്ഞ് ഇനി ഇപ്പം നമുക്ക് 1.8K സബ്സ് ആയിട്ടാണുള്ളത്. സോ ക്ലോസ് ടു 2K. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ക്ലോസ് ടു 2K ആവാൻ പോവുകയാണ്. ആൻഡ് ക്ലോസ് ടു 2K ആയാൽ 2K സ്പെഷ്യലായിട്ട് ഞാനൊരു 1 ഷോട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അതെന്തിനെക്കുറിച്ച് ഏതിനെക്കുറിച്ച് എന്നുള്ള സിനോപ്സിസ് ഒന്നും ഞാൻ തരുന്നില്ല, പിന്നെ അതിൻ്റെ ഫണ്ട് അങ്ങോട്ട് പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇപ്പോഴാണ് എൻ്റെ പരീക്ഷ, എക്സാംസ് ഒക്കെ കഴിഞ്ഞ് സെം ബ്രേക്കാണ്. ചിലപ്പോൾ ഫ്രീക്വൻ്റ്ലി ഈ മാസം തന്നെ, ഇപ്പം ഒരു ജൂണിന് തന്നെ ഒരു 2-3 വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഹയസ്റ്റ് 3 കാരണം ഞാൻ മഞ്ചക്കുട്ടിയാണ്. എനിക്ക് ഞാൻ റോബോട്ടല്ല, എനിക്കിങ്ങനെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ, ഐ മിസ്, ഐ ലവ് യു. ആൻഡ് നമ്മുടെ ജിന്നേട്ടൻ സ്പോട്ടിഫൈ #1 ഗ്ലോബൽ ചാർട്സിൽ കയറിയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ജൂണിന് AMAസിൽ
ബെസ്റ്റ് കെ പോപ്പ് കാറ്റഗറിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആർമീസ് വി ആർ സോ ബാക്ക്. ഓൾസോ അവർ മിലിറ്ററിയിൽ നിന്ന് വരാൻ എനിക്ക് കുറച്ച് ദിവസം കൂടിയുള്ളൂ. ജൂൺ ഇസ് ഗോണ ബി അവർ മന്ത്. സോ ഹാപ്പി BTS മന്ത്. ബോറാഹെ.